അപ്പോൾ ഗൈസ് ഇതാണ് ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ. ഈ വീഡിയോയിൽ കൂടെ ഞാൻ സ്ക്വാഡ് ബിൽഡിംഗ് ഒക്കെയാണ് കാണിക്കുന്നത്. അതായത് എൻ്റെ മെയിൻ സ്ക്വാഡ് റിവീലിംഗ് എന്നൊക്കെ പറയാം. സോ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഗൈസ് ഇവിടെ ഞാനൊരു സ്ക്വാഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഓരോ പ്ലേസിനായിട്ട് ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ സബ് ഞാൻ ഓൾറെഡി സെറ്റാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സബിലെ പ്ലേയേഴ്സ്. ഇതിൽ മെയിനായിട്ട് എംബാപ്പെ ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നെയ്മർ, ഡേവിഡ് ഇല്ല, ഇവരൊക്കെ നല്ല കാർഡ്സാണ്. ഇവരൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വാൻ ബാസ്റ്റൻ കിഡിലാണ്. ആരുടെ ഉണ്ടെങ്കിൽ മസ്റ്റ് യൂസാണ്. പിന്നെ സാബി അലോൺസോൻ്റെ പാസിങ് ഒന്നും പറയില്ല. എല്ലാവരും സെക്കൻഡ് ഹാഫിലൊക്കെ ഇറക്കി വിട്ടാൽ മതി. കിഡിലും കളിയാണ്. പിന്നെ നമുക്ക് അടുത്ത ഓരോ പ്ലെയറിനായിട്ട് കൊണ്ടുവരാം സ്കോഡിലേക്ക്. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം പ്ലേയേഴ്സിനൊക്കെ. സോ നമുക്ക് ഫസ്റ്റ് തന്നെ കീപ്പറിന് തുടങ്ങാം. അപ്പോൾ കീപ്പറിന് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് തന്നെ കീപ്പർ വേറെ ആരുമല്ല, ഒലിവർ ഖാൻ. ഈ ഒരു കീപ്പറിനെ കുറിച്ച് പറയുകയാണ്, കിടിലൻ കീപ്പറാണ്, ഒന്നും പറയല്ല. അത്രയ്ക്ക് നല്ല സേവ് എല്ലാം നടത്തുന്ന ഒരു നല്ലൊരു കീപ്പറാണ്. സോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അറിയാമായിരിക്കും ഈ ഒരു ഒലിവർ ഖാൻ്റെ പവർ. സോ അടുത്ത നമുക്ക് ആർ ബി കൊണ്ടുവരാം. ആർ ബി വേറെ ആരുമല്ല, കഫു ആണ്. ഈ ഒരു കഫു നല്ലൊരു കാർഡാണ്. എൻ്റെ അടുത്ത് വേറൊരു കഫു ഉണ്ട് ബ്രസീലിൻ്റെ. അത് അതിൻ്റെ ശേഷവും പിന്നെയും റിപ്പീറ്റ് അടിച്ച് ഈ കഫുവിനെ കിട്ടി. ഓക്കെ, അപ്പോൾ അടുത്ത വൈക്ക് നമ്മളെ LB കോസ്റ്റക്കുർട്ട അറിയാമായിരിക്കും. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേ ഒരു കോസ്റ്റക്കുർട്ട. സോ നമുക്ക് നേരെ എടുത്ത് സ്കോഡിലിടാം. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ഈ ഒരു കോസ്റ്റക്കുർട്ടൻ്റെ പവർ, നിങ്ങൾക്കറിയാമായിരിക്കും. സോ ഗൈസ് ഈ ഒരു വീഡിയോയിൽ സൗണ്ട് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അടുത്ത വീഡിയോ മുതൽ റെഡിയാക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മളെ CB ഡെസ്ട്രോയറായ ഈ ഒരു കന്നഹാരമാണ്. കിടിലൻ കാർഡാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കിട്ടിയാലൊന്നും താല്പര്യമില്ലാത്തൊരു കാർഡായിരുന്നു. ഇപ്പോൾ ഉപയോഗിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സലിവ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും. അപ്പോൾ ഈ സലിവ ഒന്നും പറയില്ല, അത്രയും ഞാൻ മാച്ച് കളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം മാച്ച് കളിപ്പിച്ചത് ഈ കോസ്റ്റക്കുർട്ട തന്നെയാണ്. അപ്പോൾ ഈ സലിവ ഒന്നും പറയില്ല, അത്രയ്ക്കും കിടിലാണ്. ഉണ്ടായിട്ട് നിങ്ങൾ യൂസ് ആക്കിയില്ല, എന്തായാലും ഒന്ന് യൂസ് ആക്കി നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മളെ ഫസ്റ്റ് പെയ്ഡ് കാർഡിനയിലേക്ക് വെക്കാം. DMF ആണ്. വെറും 100 കോയിന് കിട്ടിയ ഒരു മുതലാണ് ഗൈസ്. എനിക്ക് ഫസ്റ്റ് ഒന്നും ഈ കാർഡ് കളിപ്പിച്ചിട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്കിപ്പോൾ അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ റെഡിയായി വരുന്നു. ആൻഡ് ഈസ് നൗ മൈ ബെസ്റ്റ് DMF. ഓക്കെ, അടുത്തതായിട്ട് നമ്മളെ CMFിലേക്ക് ആരുമല്ല, ജെറാഡ്. ഈ ഒരു കാർഡ് മറ്റേ കിടിലൻ കാർഡ്, ഷൂട്ടിംഗ് ആയാലും റണ്ണിങ് ആയാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടി നോക്കാം. ഈ ഒരു കാർഡ് വെച്ചിട്ട് ആർക്കും പിടിച്ചാൽ പറ്റില്ല. ഇത്രേ ഉള്ളൂ പറയാൻ, ആർക്കും പിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി മെയിൻ പ്ലേയേഴ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മളെ AMF. ഓക്കെ, AMFിൽ ഗുട്ടി. ആ ഒരു ഗുട്ടീനാണ് ഞാൻ ഉപയോഗിക്കാറ്. ഈ ഒരു കുട്ടീനാണ് ഞാൻ ഉപയോഗിക്കാറ്. ഈ ഒരു കുട്ടി ഒന്നും പറയില്ല, പൊളിയാണ്. ഈ ഒരു കാർഡ് നിങ്ങൾ ഉപയോഗിക്കാൻ വെക്കുന്നില്ല, നിങ്ങൾ പെയ്ഡ് കാർഡിനെ മാറ്റിയിട്ടെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. അത്രക്കും കിടിലൻ കളിയാണ്. നിങ്ങളൊന്ന് ഡ്രിബിൾ ചെയ്ത് നോക്കാം. ഡ്രിബിൾ ചെയ്യാൻ ഡബിൾ ടച്ച് മാർസെൽട്ടൊക്കെ ഇട്ട് കളിക്കുന്നവർക്ക് നല്ല അറിയായിരിക്കും. സോ അടുത്തതായിട്ട് നമ്മളെ AMFിൽ വേറെ ആരുമല്ല, ബെല്ലിംഗ്ഹാം. ഈ ഒരു കാർഡ് മറ്റേ മുതലാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു പെയ്ഡ് സ്കോഡാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ബെല്ലിംഗ്ഹാമിനെ ഒന്നും കളിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കളിപ്പിച്ച് നോക്കാം ഗൈസ്. ഞാൻ അത്രക്കും മാച്ച് കളിപ്പിച്ചു. ആളെ റണ്ണ്, ആളെ ഷൂട്ടിങ്, പാസിങ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത സെക്കൻഡ് സ്ട്രൈക്കർ. സോ ഈ ഫോർമേഷന് സെക്കൻഡ് സ്ട്രൈക്കറാണ്. സോ സെക്കൻഡ് സ്ട്രൈക്കർ വേറെ ആരുമല്ല, ക്രൈഫാണ്. വെറുമല്ല 1700 കോയിന് കിട്ടിയതാണ്. എനിക്ക് സെക്കൻഡ് റൈയിൽ 1900 കിട്ടിയതാണ്. കിടിലൻ കാർഡ്, മൂവ്മെൻറ്റും ഡ്രിബിളിങ് എല്ലാം കൊണ്ട് സെറ്റാണ്. ഇത് ആ ഒരു ഫുട്ബോൾ കളിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു പ്ലെയർ. ഓക്കെ, അടുത്തത് വെറും 100 കോയിന് കിട്ടിയ റുമ്മിയാണ്. 100 കോയിന് വെറുതെ കറക്കി. ഡ്രീം പ്ലെയർ ആയിരുന്നു റുമ്മി, അതന്നെ കിട്ടി. പിന്നെ ബെല്ലിംഗ്ഹാം പറയാൻ മറന്നു, ഫ്രീ ട്രയൽ കിട്ടിയാണ്. ഡിറോസിയും ഫ്രീ ട്രയൽ കിട്ടിയാണ്. സോ ഇതൊക്കെ തന്നെയാണ് നമ്മളുള്ള പേര്. ഈ റുമ്മിൻ്റെ കാര്യം പറയാൻ ഒന്നും പറയാനില്ല, കിടിലൻ കളിയാണ്. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ ഫസ്റ്റ് ഈ കാർഡിൻ്റെ ബ്ലിക്സ് ഒന്നും എനിക്ക് തീരെ വർക്കായില്ല. പക്ഷേ ഇപ്പോൾ കിടിലൻ ബ്ലിക്സൊക്കെ അടിക്കുന്നുണ്ട്. സോ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ സ്കോർ ബിൽഡിങ് സംഭവങ്ങൾ. സോ ഇപ്പം തന്നെ ലേറ്റായി. സോ നമ്മളെ റിസർവിലുള്ള പ്ലേസിനെല്ലാം നിങ്ങളൊന്ന് കണ്ടോ. ഈ ബാറ്റിസ് ടു ടൈ വരുന്നത് ഞാൻ ഇറക്കാത്തതാണ്. എന്തായാലും ഗൈസ് ടൈം പറയാൻ തന്നെ ഞാൻ വേറെ കട്ട് ചെയ്ത് മാറ്റാൻ പാടാണ്. സോ എന്നാൽ ശരി, അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ബൈ.